അപ്പോസ്തലനായ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: റോമക്കാർക്ക് എഴുതിയ ലേഖനം ആരംഭിക്കുന്നത് ആരിലാണ്? ഉത്തരം: ദൈവത്തിൽ. റോമർ 1:1. രണ്ടാമത്തെ ചോദ്യം: ദൈവം ആരെക്കുറിച്ചാണ് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്തത്? ഉത്തരം: തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച്. റോമർ 1:1. മൂന്നാമത്തെ ചോദ്യം: സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായവൻ ആര്? ഉത്തരം: പൗലോസ്. റോമർ 1:2. നാലാമത്തെ ചോദ്യം: മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തത് എന്ത്? ഉത്തരം: സുവിശേഷം. റോമർ 1:2. അഞ്ചാമത്തെ ചോദ്യം: ദൈവം യേശുക്രിസ്തുവിനെ കുറിച്ച് മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തത് ആർ മുഖാന്തരം, എവിടെ? പ്രവാചകന്മാർ മുഖാന്തരം, വിശുദ്ധ രേഖകളിൽ. റോമർ 1:2. ആറാമത്തെ ചോദ്യം: താൻ എന്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: സുവിശേഷത്തിനായി. റോമർ 1:2. ഏഴാമത്തെ ചോദ്യം: ഈ ലേഖനത്തിൽ പൗലോസ് തന്നെ സംബോധന ചെയ്തിരിക്കുന്നത് എങ്ങനെ? ഉത്തരം: അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനും. റോമർ 1:2. എട്ടാമത്തെ ചോദ്യം: റോമാലേഖനം എഴുതിയത് ആർക്ക്? ഉത്തരം: റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും. റോമർ 1:3. ഒമ്പതാമത്തെ ചോദ്യം: പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും എന്തെല്ലാം ഉണ്ടാകട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്? ഉത്തരം: കൃപയും സമാധാനവും. റോമർ 1:4. പത്താം ചോദ്യം: ജഡം സംബന്ധിച്ച് ആരുടെ സന്തതിയിൽ നിന്നാണ് യേശു ജനിച്ചത്? ഉത്തരം: ദാവീദിന്റെ. റോമർ 1:5. 11ാമത്തെ ചോദ്യം: ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചത് ആരാണ്? ഉത്തരം: യേശുക്രിസ്തു. റോമർ 1:5. 12ാമത്തെ ചോദ്യം: മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ എന്ത് സംബന്ധിച്ചാണ് യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടത്? ഉത്തരം: വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്. റോമർ 1:5. 13ാമത്തെ ചോദ്യം: യേശു വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ആരെന്ന് നിർണയിക്കപ്പെട്ടു? ഉത്തരം: ദൈവപുത്രൻ. റോമർ 1:5. 14ാമത്തെ ചോദ്യം: വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം: യേശുക്രിസ്തു. റോമർ 1:5. 15ാമത്തെ ചോദ്യം: യേശുവിന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ എന്തു വരുത്തേണ്ടതിനാണ് പൗലോസ് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്? ഉത്തരം: വിശ്വാസത്തിന് അനുസരണം. റോമർ 1:6. 16ാമത്തെ ചോദ്യം: സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് പൗലോസ് പ്രാപിച്ചത് എന്ത്? ഉത്തരം: കൃപയും അപ്പോസ്തലത്വവും. 17ാമത്തെ ചോദ്യം: സർവ്വലോകത്തിനും പ്രസിദ്ധമായിരിക്കുന്ന റോമക്കാരുടെ സ്വഭാവ ശ്രേഷ്ഠത ഏത്? ഉത്തരം: വിശ്വാസം. റോമർ 1:8. 18ാമത്തെ ചോദ്യം: ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം ആർക്കെല്ലാം വേണ്ടിയാണ് പൗലോസ് സ്തോത്രം ചെയ്യുന്നത്? ഉത്തരം: റോമക്കാർക്ക് എല്ലാവർക്കും വേണ്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. റോമർ 1:8. 19ാമത്തെ ചോദ്യം: റോമയിലെ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ വ്യാപ്തി? ഉത്തരം: സർവ്വലോകത്തിലും. റോമർ 1:8. 20ാമത്തെ ചോദ്യം: ആരുടെ വിശ്വാസമാണ് സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നത്? ഉത്തരം: റോമയിലെ വിശുദ്ധന്മാരുടെ. റോമർ 1:8. 21ാമത്തെ ചോദ്യം: റോമയിലുള്ള വിശുദ്ധന്മാർക്കായി ഇടവിടാതെ പൗലോസ് എന്തു ചെയ്യുന്നു? ഉത്തരം: പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. റോമർ 1:9. 22ാമത്തെ ചോദ്യം: ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: പൗലോസ്. റോമർ 1:10. 23ാം ചോദ്യം: ആരെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിലാണ് ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി എന്ന് പറഞ്ഞത്? ഉത്തരം: അവന്റെ പുത്രനെ കുറിച്ച്. റോമർ 1:10. 24ാമത്തെ ചോദ്യം: പൗലോസ് റോമയിലുള്ള വിശ്വാസികളെ കാണാൻ വാഞ്ചിച്ചത് എന്തുകൊണ്ട്? ഉത്തരം: അവരുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം നൽകേണ്ടതിനും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ ആശ്വാസം ലഭിക്കേണ്ടത്. റോമർ 1:11. 25ാം ചോദ്യം: പൗലോസ് ആർക്കാണ് കടക്കാരനായിരുന്നത്? യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും. റോമർ 1:14.